കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഏജ് കഴിയുമ്പോൾ തോന്നും, എനിക്ക് എന്നെ പ്രൂവ് ചെയ്യണം, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വ്യക്തിത്വം വേണം, എനിക്കും പല കാര്യങ്ങളും സ്വയം ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നെനിക്ക് അറിയണമെന്നൊരു തോന്നൽ അവർക്ക് സ്വാഭാവികം ഉണ്ടാകും. ആ സമയത്ത് ചെയ്യുമ്പോഴെല്ലാം എന്ത് ചെയ്യുമ്പോഴും ഇന്നലെ ഞാൻ എത്ര കാലമായി നീ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ഞാൻ നിന്നോട് ഇതെല്ലാം പറഞ്ഞു തന്നിരുന്നല്ലേ എന്നുള്ള സെയിം മനോഭാവത്തിൽ. കാരണം പാരൻസിനെ സംബന്ധിച്ചോളം തൻ്റെ കുട്ടി വളർന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ രീതിയിൽ വീണ്ടും ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും ആ ഉപദേശത്തെ എതിർക്കുക തന്നെ ചെയ്യും. ആ എതിർക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് പെട്ടെന്ന് അത്രയും കാലമുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റിയാക്ഷൻ വരുമ്പോൾ പാരൻസിന് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ മിസ്റ്റേക്ക് പാരൻസിൻ്റെ ഭാഗത്തുമുണ്ട്. കാരണം കുട്ടിയുടെ ഓരോ സ്റ്റേജിലുള്ള വളർച്ചകൾ മനസ്സിലാക്കുകയും ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് അവരെ വ്യത്യാസപ്പെടുത്തി അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരികയും ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്ത ചെയ്യാൻ പാകത്തിന് പ്രാപ്തരാക്കുകയും ചെയ്യാം. അങ്ങനെ അവരുടെ കൂടെയായി നിന്നിരുന്നെങ്കിൽ ഈ ഉപദേശത്തിന് പകരം അവർ ഡിസ്കസ് ചെയ്യാൻ വരുമായിരുന്നു. കാരണം ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് ആവശ്യം ഉപദേശത്തിനപ്പുറത്തേക്ക് ചർച്ചകളാണ് അവർക്ക് ആവശ്യം. അവരും ഈക്വലായി എന്ന് തോന്നുന്ന ചർച്ചകളിലേക്ക് മാറുന്ന തരത്തിൽ ഒരു പ്രായത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഒരു 15, 16, 17 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികളുമായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ വന്നാൽ കുട്ടികൾ നമ്മുടെ വാക്കുകൾ കേൾക്കും. നേരെ തിരിച്ച് അവിടെയും നമ്മൾ കുട്ടികളെ ഉപദേശിക്കാൻ പോകുമ്പോൾ നമുക്ക് ആ മാറ്റങ്ങൾ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല.